ഹലോ, ഇന്ന് എന്നത്തെയും പോലെ തന്നെ ചായ തിളക്കാൻ വെച്ചു. ഇന്നലത്തെ ദോശമാവിന്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ദോശയും ചുട്ടും മോളെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു. ദോശമാവ് 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന്റെ ടെൻഷൻ അങ്ങോട്ട് ഒഴിവായി കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് കരയാൻ തുടങ്ങി. അപ്പൊ അവളെ എടുത്തുകൊണ്ടായിരുന്നു ബാക്കി കുക്കിംഗ് ചെയ്തത്. കഴിയുന്നതും ഞാൻ മോളെ അവിടെ ഇരുത്തിയിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ കരയുന്നതുകൊണ്ട് എടുത്തതാണ്. അതിനിടയിൽ ഗ്യാസ് തീർന്നു. ശരിക്കും ഗ്യാസിന്റെ കുറ്റി മാറ്റി വെക്കാൻ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്. റെഗുലേറ്റർ ഓഫ് ചെയ്ത ശേഷം ബ്ലൂ കളർ സീല് പൊട്ടിക്കുക. ഈ ഒരു കയറ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ വെള്ള അടപ്പ് ഇങ്ങോട്ട് പറഞ്ഞു പോരും. പിന്നെ റെഗുലേറ്റർ വെക്കുക. മുൻപൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പിന് വിളിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഇതൊക്കെ ബേസിക് സ്കില്ലാണ്. കുട്ടി ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ദോശയിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ട് റോളാക്കിയതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു കുഞ്ഞു പീസ് അവൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ട് കുക്കറിൽ ഇതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ കോണും കൂടി വേവിച്ചെടുത്തു. മോനെന്ന് ലഞ്ചിന് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ദോശയും ബീഫും കൂടി കൊടുത്തയച്ചു. ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പും കൂടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പോയി കഴിഞ്ഞ് കുറച്ച് ടൈം മോളെ കൂടെ കളിച്ചു. അതിനുശേഷം അവൾ ഉറങ്ങി. ഇന്ന് ഏർലി മോർണിംഗ് എണീറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങി. ഫുഡ് കൊടുക്കാൻ നേരം കിട്ടിയിട്ടില്ല. അവൾക്ക് വേണ്ടിയിട്ടുള്ള രാഗി ഞാനിങ്ങനെ ഇന്നലെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നും കൂടി ഫാനിൻ്റെ ചോട്ടിൽ വിരിച്ചിട്ടു. ഇന്ന് ഈവനിങ് ഇനി അത് പൊടുക്കാൻ കൊടുക്കണം. അവൾ ഉറങ്ങിക്കഴിഞ്ഞ് വീട് മൊത്തത്തിൽ അലമ്പായി കിടക്കായിരുന്നു. അങ്ങനെ കിച്ചൺ ടൈലും എല്ലാം ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ അപ്പം ക്ലീൻ ചെയ്യാനൊന്നും ടൈം ഇട്ടില്ല. അങ്ങനെ അവൾ ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ജസ്റ്റ് ഒന്ന് ക്ലീൻ. അവൾ ഉണരുമ്പോഴേക്ക് പെട്ടെന്ന് റാഗി തിളപ്പിച്ചു. ആദ്യമൊക്കെ റാഗി അരച്ചെടുക്കാറായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പൊടിച്ച് ടിന്നിലാക്കി പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കും. രാവിലെ ഒന്നും കഴിക്കാതെ ഉറങ്ങിയതാണ്. അങ്ങനെ അപ്പോഴേക്കും അവൾ ഉണർന്നു. പിന്നെ കുട്ടിക്ക് ഫുഡെല്ലാം കൊടുത്തു. പാട്ടൊക്കെ പാടി കൊടുത്ത് എങ്ങനെയൊക്കെ കഴിപ്പിച്ചു. മോൾക്ക് അധികവും റാഗിയാണ് കൊടുക്കുന്നത്. പിന്നെ അമൃതപ്പൊടി ഒരു നേരമൊക്കെ ചില ദിവസങ്ങളിൽ കൊടുക്കും. ചില ദിവസങ്ങളിൽ ഉച്ചക്ക് ലഞ്ച് പോലെ കഴിക്കാറുണ്ട്. ചോറ് അരച്ചിട്ട് അതുപോലെ പൊട്ടാറ്റോ ക്യാരറ്റ് അങ്ങനെ എല്ലാം കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്ന് അങ്കണവാടിയിൽ അമൃതം പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അങ്കണവാടി. അങ്ങനെ നടന്നായിരുന്നു പോയത്. ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വലിയ കയറ്റം കയറണം. അപ്പോഴേക്ക് നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. മഴ കൊള്ളാതെ പെട്ടെന്ന് വീട്ടിലെത്തി. മുറ്റം അടിക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ മൾബറിയിലുണ്ട് ഒരു മൾബറി നല്ല പഴുത്ത് നിൽക്കുന്നു. അതങ്ങ് പറിച്ചെടുത്തു. മോളെ മൂത്തച്ചിയുടെ വീട്ടിലാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവളെ എടുത്ത് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ മോർണിംഗ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ചാനൽ സപ്പോർട്ട് ചെയ്യൂ.